അവിടെ കണ്ടോ ഏതാടാ വഴി? കാന്തല്ലൂർ. കാന്തല്ലൂർക്ക് കാന്തല്ലൂർ പോകുന്ന വഴിയാണ്. കാന്തല്ലൂർ പോകുന്ന വഴി. നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചു? ഹണി വാങ്ങിച്ചു. അതെ, മറയൂർ ശർക്കര മേടിച്ചു, ഒന്നാന്തരം ചെറുതേൻ മേടിച്ചു, വല്യം മേടിച്ചു. നമ്മളിപ്പോ ഇനി എന്തിനാടാ പോകുന്നത്? എവിടെ പോവാ നമ്മള്? മുനിയറ. മറയൂർ മുനിയറ കാണാൻ പോവാ. കാന്തല്ലൂർ. ഇതുണ്ട് പാറ, പാറ കട്ട് ചെയ്തെടുത്ത വഴിയാണ്. കണ്ടോ? ഹൈറ്റ് കൂടിയാ പോണേ നോക്കിട്ട്. മൂന്നാറിലെ ഹൈറ്റാ തോന്നില്ല. 9 ഹെയർ പിൻ ഉണ്ട്. നമ്മള് രണ്ടാമത്തെ ഹെയർ പിൻ കയറി. മൂന്നാറിനേക്കാൾ ഹൈറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലേ? ഇതുണ്ടോടാ തേർഡ് ഹെയർ പിൻ. എടുത്തേടാ, തേർഡ് ഹെയർ പിൻ. ഫോർത്ത് ഹെയർ പിൻ. അടുത്ത ഫോർത്ത് ഹെയർ പിൻ അവിടെ. ആനക്കോട്ടപ്പാറ പാർക്ക്. ആനക്കോട്ടപ്പാറ പാർക്ക്. ഗുഹയെ കാണിച്ചേക്കുന്നത്. വേറെന്തോ ആണല്ലോ. ആനക്കോട്ടപ്പാറ പാർക്ക്. ഇതാണ് മുനിയറ കേട്ടോ. മറയൂരിലെ മുനിയറ, ദൂരെ കാണുന്ന മുനിയറ. നന്നായിട്ട് നടക്കണം. നടന്നൊരു വരെ ഇപ്പം ഓക്കെ. ഒരു ചെറിയ വ്ളോഗർ ഇതേ വീഡിയോ നടക്കുന്നു. പ്രയാഗ ഇത് കുറച്ചുകൂടി വലിയ വ്ളോഗ്. ഓ എന്താ കാറ്റ്, കാറ്റിൻ്റെ ശക്തി കാരണം ഞാൻ തിരിച്ചടിക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. എന്താ കാറ്റ്, ഭയങ്കര കാറ്റ്. വെയിലുണ്ട് പക്ഷെ കാറ്റ് കാരണം ഒന്നും അറിയുന്നില്ല. ഭംഗിയാണ്. നമുക്ക് കാണത്തില്ലല്ലേ അവിടെ? അവിടെ ചെറിയ ചെറിയ മുനിയറയുണ്ട്, ഞാൻ കാണിക്കാം. ഓക്കെ, ഇത് കുഞ്ഞു മുനിയറ. പണ്ട് മഹർഷിമാരൊക്കെ ഇതിനകത്ത് എങ്ങനെ ഓടിഞ്ഞു മടങ്ങിയത് താമസിച്ചതൊന്നും അറിയാത്ത ഇത്ര ഹൈറ്റ് പറഞ്ഞതിനകത്ത്. ഞാൻ നോക്കട്ടെ എനിക്കത് ഇരിക്കാൻ പറ്റുമോ. ചെറിയ ദിവസം ഇട്ടിട്ട് ഉള്ളിൽ കാണിച്ചു തരാം. ടോപ്പ് മറിഞ്ഞു പോയതാ. പുറത്ത കല്ലൊക്കെ മറിഞ്ഞു പോവാത്ത പറഞ്ഞിട്ടുണ്ട്. മുകളിലിരിക്കുന്ന കല്ലുണ്ട്. നല്ല മണം, യൂക്കാലിയുടെ മണം വരുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇതൊരു ചെറിയ മുനിയറ. ഇത് പിന്നീട് ഉണ്ടാക്കിയതാണോ എനിക്ക് സംശയമുണ്ട്. ഒറിജിനൽ മുനിയറ തന്നെയാണോ ഇത്? ഈ കല്ലൊക്കെ അതിൻ്റെ മണ്ടയ്ക്ക് ആര് കയറ്റി വെച്ച്. ഓക്കെ, കുട്ടി ബ്ലോഗർ അവിടെ ബ്ലോഗെടുത്ത് അങ്ങ് പോയി പറഞ്ഞതേ. ഓക്കെ, എൻ്റെ മുകളിൽ കയറിയിരിക്കുക. പ്രയാഗ മുകളിൽ കയറി ഇരിക്കാൻ പാടില്ലേ? അങ്ങനെട്ടോ, എൻ്റെ ഉള്ളിലിരിക്കാൻ പറ്റുമായിരിക്കും. അവിടെ ഒരെണ്ണമുണ്ട്, എന്താ നല്ല ഒരെണ്ണം. ഇവിടെ അല്ലാതെ അവിടെ ഒരെണ്ണമുണ്ട്. അവിടേക്ക് പോയാലോ? പ്രയാഗ ഇതിലെ എങ്ങനെ ഇറങ്ങും? അതിലിറങ്ങും മോനെ, സൂക്ഷിച്ചിറങ്ങണം കേട്ടോ. അവിടെ
ഇറങ്ങാൻ. താഴെ വീണ യെസ്. ഇത് രസം നോക്കിയാൽ കാണാൻ. കുട്ടി വ്ളോഗർ ഇന്ന് മൊത്തം വ്ളോഗ് എടുത്ത് തീർത്തിട്ട് ഇറങ്ങുള്ളൂ എന്നുള്ള രീതിയിലാണ്. മുനിയറയ്ക്കകത്ത് പോയി നിൽക്കാം. ആരോ വന്ന് ഹായ് പറഞ്ഞിട്ട് പോയി. ആരോന്നറിയില്ല. വേഗം നമുക്ക് ഇതിനകത്ത് കയറുന്ന ഫോട്ടോ എടുത്താലോ? ഇത് നല്ല രസമുണ്ട് ഇത് കാണാൻ. ഈ മുനിയറ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ഷേപ്പുള്ള മുനിയറ. അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റും. ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. അകത്ത് കയറിയിട്ട് കുനിഞ്ഞിരിക്കണം. തലമുട്ട ധ്യാനിക്കട്ടെ. മുനിയാണേ ധ്യാനം. മുനി അനുഗ്രഹിക്കട്ടെ. മതിയോ? മുനിയറയ്ക്ക് മുനി അയ്യപ്പ ഇരിക്കണമല്ലേ ഇരിക്കുന്നത്. 3 ബ്ലോഗേഴ്സാണ് ചുറ്റും കിട്ടുന്നത്. ഓക്കെ യെസ്. ഇവിടെ ഒന്ന് ഇറങ്ങി വന്നു. ഇതിനകത്ത് നിന്ന് ധ്യാനിക്കുന്ന വീഡിയോ എടുക്കുമല്ലേ ഇപ്പൊ? ഈ പിള്ളേരെ കാരണം അച്ഛൻ ഇരിക്കണതിനോട് വീഡിയോ എടുത്തോ. ഞാൻ ഫോട്ടോ എടുത്തോ. തലമുട്ടല്ലേ, ചാണത്തല മുട്ടിയാൽ പൊട്ടും. മുനിയിരിക്കും മിസ്റ്റർ മുനി. അത് കൈ വെച്ചോ. മോഡേൺ മുനി ആയിക്കോട്ടെ. ഫോണൊക്കെ ഫോണും കൂളിംഗ് ഗ്ലാസ്സുള്ള മുദ്ര കറക്റ്റല്ലേ? ഇത് ശരിക്കുള്ള മുനിയറയാണ്. മഹാമുനി അബി അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പോവാണ്. ക്യാമറാമാൻ പ്രണവ് ആൻഡ് പ്രയാഗ. മഹാമുനി ഞാൻ ഓൾറെഡി കഷ്ടപ്പെട്ടൊരു ഫോട്ടോ എടുത്തു. ഇതിപ്പോ അടിപൊളി. ഓക്കെ. പണ്ടത്തെ കാലത്ത് മുനിമാരുണ്ടാക്കിയിരുന്ന മുനിയറ. ദൂരെ കാണാൻ കുറേ കാട്ടിക്കൂട് കാണുന്ന അവിടെ അപ്പോൾ 3-4 മുനിയറ കണ്ടു. ഇനി അവിടെ കുറേ ദൂരം പോകണം. കാണാമല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. നല്ല ഭംഗി അവിടെ കാണാൻ. മൊത്തം നല്ല ഭംഗിയാണ്. നമുക്ക് 360 ഡിഗ്രി വ്യൂ കാണാം. നല്ല രസമാണ്. ഇതൊരു പാറയാണ്, മൊത്തം പാറയാണ്. പാറയിൽ നിൽക്കാൻ ചുറ്റും നല്ല വെയിലുണ്ട്. പക്ഷെ കാറ്റുള്ളതുകൊണ്ട് അത്ര വെയിലറിയുന്നില്ല. ലൈറ്റ് വരുന്നുണ്ടോ? തിളക്കത്തിൽ ആ മേഘത്തിനടയ്ക്കും കൂടി 2 മല ജോയിൻ ചെയ്യുന്നതിനടയ്ക്കും കൂടി മേഘത്തിൽ കൂടി നല്ല ഭംഗിയാണ്. ലൈറ്റ് അടിച്ച് വരുന്നത് കാറ്റാണ്. ഫോണൊക്കെ പറത്തിക്കൊണ്ട് കാറ്റ്. 4 വശവും മലയാണ്. ഇത് നടുക്കത്തെ ഏരിയയാണ് മുനിയറയുള്ളത്. ഈ ഭാഗത്തുനിന്ന് മാത്രം പാറ ചെത്തിയെടുത്ത് മുനിയറകൾ ഉണ്ടാക്കിയതാണ് പണ്ടത്തെ മുനിമാർ. 4 വശവും മലകളാൽ ചുറ്റപ്പെട്ട് നടുക്കത്തെ ഒരു പോർഷൻ മാത്രം പാറ. ഇതിനുള്ളിൽ കൂടിയാണ് മുനിയറകൾ. കണ്ടോ? അവിടെയൊക്കെ മുനിയറ കണ്ടോ? ഇവിടെ എന്തോ ഒരു ചെറിയ അമ്പലം പോലെ എന്തോ ഉണ്ട്. പിന്നീടുണ്ടായി വന്നതാണ്. മുനിമാർ ധ്യാനിച്ചിരുന്ന മുനിയറയിലാണല്ലോ. ഒരു അമ്പലം പിന്നെ ഉണ്ടാക്കിയതാണ്. നല്ല ഭംഗിയുണ്ട്. നല്ല കാറ്റും. സൂക്ഷിച്ചാണെന്നല്ലേ വീഴും. പ്രയാഗ എന്തൊക്കെയോ എഴുതുന്നതായിരിക്കും. കല്ലൊക്കെ എടുത്ത് എഴുതാണ്.
കണ്ടോ അവിടെ സൂര്യപ്രകാശം വരുന്ന കണ്ടോ? അവർ മുനിമാര് തപസ് ചെയ്യാൻ ഈ സ്ഥലം ചൂസ് ചെയ്തതിന് കാരണം ഇവിടുന്ന് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന അത്രയും സ്ഥലമാണ്. നല്ല കറക്റ്റ് ഡയറക്റ്റ് സൺലൈറ്റ്. പ്രത്യേകമായിട്ട് അത് വീഡിയോയിൽ എത്രത്തോളം കാണാൻ അറിയില്ല, പക്ഷെ നോക്കാൻ പറ്റില്ല അത്രമായ തീവ്രമായിട്ട്. പക്ഷേ കാറ്റുള്ളതുകൊണ്ട് അത്ര ചൂടുമില്ല, നല്ല ഭംഗിയുണ്ട്. ഇവിടെ എവിടെയോ ഒരു ചന്ദനക്കാടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ചന്ദനക്കാട് തപ്പി പോവുക. ഇത് ശരിക്കും കരിമ്പങ്കാടാണ്. രണ്ട് സൈഡിലും കരിമ്പന്തോട്ടങ്ങളാണ്. കരിമ്പന്തോട്ടത്തിൻ്റെ കൂടെയാണ് പോകുന്നത്. ഒരു ചെറിയ വഴി കൂടി കരിമ്പന്തോട്ടവും വേറെ വാഴയും ഒക്കെയുള്ള കുറേ തോട്ടങ്ങളാണ്. അതുകൊണ്ട് കരിമ്പാണ് മുഴുവൻ നിൽക്കുന്നത്. ഈ കരിമ്പൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ശർക്കര ഉണ്ടാക്കുന്നത്. ഞങ്ങൾ മറയൂർ ഒരു ഫാക്ടറി വിസിറ്റ് ചെയ്തു, ശർക്കര ഫാക്ടറി. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അവിടെ നിന്നുള്ള കരിമ്പുകളാണ് അവിടെ ജ്യൂസാക്കി ശർക്കരയാക്കുന്നത്. മറയൂർ ശർക്കരയൊക്കെ ആക്കി എടുക്കുന്നത്. മറയൂർ ഫേമസ് ആണല്ലോ ശർക്കരയ്ക്ക്. അപ്പോൾ ഇവിടെ നിന്നൊക്കെയുള്ള കരിമ്പായിരിക്കും അവിടെ കൊണ്ടുപോകുന്നത്. കണ്ടോ, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മൊത്തം കരിമ്പ് തോട്ടങ്ങളാണ്. ഞങ്ങൾ ശരിക്കും കരിമ്പും തോട്ടത്തിൽ കാണാൻ ഇറങ്ങിയതല്ല, ചന്ദനക്കാട് തപ്പി ഇറങ്ങിയതാണ്. പക്ഷെ എത്തിപ്പെട്ടത് ഒരു കരിമ്പങ്കാട്ടിൽ. കരിമ്പങ്കാട്ടിൽ ആന കയറിയ പോലെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കരിമ്പങ്കാട്ടിൽ കയറി. പണി കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. ഇതുവരെ ഒരു ചന്ദനം പോയിട്ട് ഒന്നും കാണുന്നില്ല. എവിടേക്കോ റോഡ് എൻഡ് ആകുന്നുണ്ട്, അവിടേക്കൊക്കെയാണ് പോകുന്നത്. മിക്കവാറും പണി കിട്ടിയ മട്ടാണ്. താഴെ തോട്ടമാണ്. ചോദിക്കാം എവിടെയെങ്കിലും എത്തിപ്പെടുമായിരിക്കും. എന്തോരം കരിമ്പാന്ന്. അതുകൊണ്ട് നമ്മൾ എത്തിച്ചെല്ലും. എനിക്ക് വയ്യ, ഫിലോസഫി അടിക്കുന്നത് പറഞ്ഞത് കുറേ ഇരുന്ന്. ഫൈനലി ഞങ്ങൾ ചന്ദനക്കാട് തപ്പിപ്പിടിച്ച് ചന്ദനക്കാടിലെത്തി. രണ്ട് സൈഡിലും കാണുന്നത് ചന്ദന മരങ്ങളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആണെന്ന് തോന്നുന്നു. ആണല്ലേ? അതെ, ചന്ദന മരങ്ങൾ തന്നെ. ഇത് നോക്കൂ. രണ്ട് സൈഡിലും ചന്ദന മരങ്ങളായി. കറുത്ത തൊലിയുള്ള മരങ്ങളൊക്കെ കണ്ട എല്ലാം ചന്ദന മരങ്ങളാണ്. ചന്ദനക്കാടാണ്. ആൾക്കാർ നിർത്തി കാണുന്നുണ്ട്. നമുക്ക് വേണം നിർത്തി കാണാം, ഫോട്ടോ എടുക്കാം, തൊടാം. പക്ഷെ കിള്ളി പറിക്കാനോ ഓടിക്കാനോ ഒന്നും പാടില്ല. അത്രേ ഉള്ളൂ. നല്ല ചന്ദനങ്ങളാണ്. നമ്മൾ മുമ്പിൽ പോയി വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട് വണ്ടി. എന്നെയല്ലോ മൃഗങ്ങളെയും കണ്ടിട്ടാണോ അതോ ചന്ദനം കാണാനാണോ എന്നറിയില്ല. അവർ മൂവ് ചെയ്തു. ഇത് ചന്ദനക്കാടാണ് കേട്ടോ. ആദ്യം ആ ബോർഡ് നിർത്തോട്ടെ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ബോർഡ്. എന്താ സാൻഡൽ സീഡ്സ് മറയൂർ. ഇതാണ് ചന്ദന മരം. പക്ഷെ ചന്ദനത്തിന് മണമൊന്നും വരുന്നില്ലല്ലോ. ഇങ്ങനെ മണം വരില്ലായിരിക്കും അല്ലേ? ഈ വഴി നേരെ അങ്ങ് ചെന്നാൽ നമുക്ക് മൂന്നാറിലേക്ക് തിരിച്ചു പോകാനുള്ള റോഡെത്തും എന്നാണ് പറയണത്. കുഞ്ഞു കുഞ്ഞു മരങ്ങൾ നമ്പർ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്പർ ഇട്ട മരങ്ങൾ. സ്ലോയിൽ പോയാൽ നമ്പർ ഇട്ടിട്ടുണ്ട്. ഓരോന്നായിട്ട് നമ്പർ ഇട്ട മരങ്ങളാണ്. ചെറിയ ചെറിയ കുഞ്ഞു മരങ്ങൾ തൊട്ടുണ്ട് വലിയ മരങ്ങൾക്ക് നമ്പർ ഇട്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് ഒരു മാവ് നിൽപ്പുണ്ട് കേട്ടോ. ഇത് മാവല്ലേ? അതായത് മാവാ. തല കണ്ടോ? ഞാൻ കണ്ടില്ല. നിൽക്കുന്നു, കണ്ണ് കാണാൻ. അവിടെ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു മാനുണ്ട്. കണ്ടോ? യെസ്, ഒരു മാന്. അടിപൊളി. വന്യമൃഗങ്ങളെ കാണാം എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഫ്രണ്ടിൽ വരുന്ന കണ്ടില്ല. ഇതേ കണ്ടോ? മാനിനെ കണ്ടോ? അകത്തേക്ക് കയറിപ്പോയി. ഇവിടെ മാനുണ്ടോ? മാനേ ഒരു മാനെ ഒന്ന് കണ്ടോട്ടെ. മാൻ ഓടിപ്പോയി. വണ്ടി വന്നപ്പോൾ ഓടിപ്പോയി. ഇല്ല, മാനില്ല. മാനിതിലെ ഓടിപ്പോയി. എവിടെ ഉണ്ടോ? എവിടെ? കാണുന്നില്ലല്ലോ. അത് പോയി. മാനുണ്ട്. ഞങ്ങൾ ഈ റോഡ് അവസാനിക്കുകയാണ്. ചന്ദനക്കാട് തീർന്ന് ഞങ്ങൾ മെയിൻ റോഡിൽ കയറാൻ പോയി. നിൽക്കുന്ന എല്ലാം ചന്ദന മരങ്ങളാണ്. രാത്രിയിൽ ഇറങ്ങി ഇന്ന് ഫോട്ടോ എടുക്കാത്ത ചിലപ്പം മൃഗങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് ഇറങ്ങി നിൽക്കുന്നില്ല.
ഉള്ള റോഡാണെന്ന് കേൾക്കുന്നു. അതുകൊണ്ട് ആ ഒരു മാനിനെ മാത്രമേ കണ്ടുള്ളൂ. ഞാൻ രണ്ടെണ്ണത്തിനെ അത് പിന്നെ സ്പെഷ്യൽ ആയതുകൊണ്ട് എക്സ്ട്രാ ഒരെണ്ണത്തിനെ കൂടെ കണ്ടിട്ടുണ്ട്. നിങ്ങളൊരു മാനിനെ കണ്ടുള്ളൂ. ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും കാണുമോ? ഒരുപാട് വണ്ടികൾ ഈ സമയത്ത് ഇറങ്ങി വരുന്നുണ്ട്. അത് പറ്റിപ്പോയെ. അതുകൊണ്ട് എന്നാലും ചന്ദനക്കാട് കാണാൻ പറ്റി. ഇതാണ് ചന്ദനക്കാട്. പക്ഷെ അങ്ങനെ ചന്ദനത്തിൻ്റെ ഒരു മണമൊന്നുമില്ലല്ലോ വീട്. ചന്ദനത്തിൻ്റെ മണമൊന്നുമില്ല. പക്ഷേ ചന്ദനം മുറിച്ചാലല്ലേ മണം വരുള്ളൂ. ഓക്കെ, യെസ്, അത് പോയിന്റ്. അപ്പം ഞങ്ങളങ്ങനെ ഫോറസ്റ്റിൻ്റെ നാച്ചിവയൽ ഫോറസ്റ്റ് ഡിവിഷൻ അവിടെ തീരുകയാണ്. ഞങ്ങൾ മെയിൻ റോഡിൽ കയറുക, നേരെ മൂന്നാർ. അപ്പം ഇനി അടുത്ത ദിവസം ഞങ്ങൾ എവിടെയൊക്കെ പോകുന്നു ആ കാഴ്ചകളായിട്ട് വീണ്ടും വരാം. ബൈ ബൈ. പ്രണവിടെ ബൈ ബൈ. ഷൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞേ. സർപ്രൈസ് ചെയ്യണോ? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സർപ്രൈസ് ചെയ്യണം. സർപ്രൈസ് അല്ല, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഓരോന്ന് വീഡിയോ കാണണം. ബൈ 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 ബൈ. ഷൂ